സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കർമാരുടെ സമരത്തെ അധിക്ഷേപിച്ച് സിപിഎം നേതാക്കൾ എത്തിയ കാഴ്ചയാണ് ഈ ദിവസം നമ്മൾ കണ്ടത്. സമരത്തിന് പിന്നിൽ അരാജക സംഘടനകളാണെന്ന് എളമരം കരീം അടക്കമുള്ള നേതാക്കൾ ആരോപിച്ചു. സമരം ചെയ്യാനുള്ള കുത്തക സിഐടിയുവിന് മാത്രമല്ല എന്ന് സമരക്കാർ തിരിച്ചടിച്ചു. മറ്റ് ജില്ലകളിലേക്ക് കൂടി സമരം വ്യാപിപ്പിക്കാനാണ് സമരസമിതിയുടെ നീക്കം. വേതന വർധനവടക്കം ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ 15 ദിവസമായി രാപ്പകൽ സമരം ചെയ്യുന്ന ആശാപ്രവർത്തകരുടെ ആവശ്യങ്ങളോട് മുഖം തിരിച്ചു നിൽക്കുന്നതിനൊപ്പം അധിക്ഷേപിച്ച് നേരിടുകയാണ് സിപിഎം. സർക്കാരിനെതിരെ തൽപര കക്ഷികളുടെ കെണിയിൽപ്പെട്ടവരാണ് സമരത്തിന് പിന്നിലെന്നാണ് ആക്ഷേപം. പൊമ്പിള ഒരുമൈ മാതൃകയിൽ സംസ്ഥാനത്തെ തൊഴിലാളി സംഘടനകളെ അധിക്ഷേപിക്കുന്ന സമരമെന്നാണ് പുതിയ വ്യാഖ്യാനം. പാർട്ടി പത്രത്തിലെ ലേഖനത്തിനെതിരെ വ്യാപക പ്രതിഷേധമുയർന്നപ്പോഴും തിരുത്തിയില്ല എളമരം. ഇവിടെ ചില പാട്ടപ്പിരിവ് സംഘക്കാരുണ്ട്, അവരാണ് അതിന്റെ പിന്നിൽ. പേര് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കറിയാം. പാട്ടപ്പിരിവാണ് അവരുടെ ഉപജീവന മാർഗം. അതിനുള്ള വഴി ഉണ്ടാക്കുകയാണ്. രാജ്ഭവന്റെ മുമ്പിലാണെങ്കിൽ ആ സമരത്തെ ഞങ്ങൾ പിന്തുണക്കുകയായിരുന്നു. ആത്മാർത്ഥതയുണ്ടെന്ന് പറയാം. ഈ ഒരു ചെറിയ വിഭാഗം ആളുകൾ അവിടെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്നത് രാഷ്ട്രീയമാണ്. എന്നാൽ സിഐടിയു നേതാവിനെതിരെ അതേ നാണയത്തിൽ തിരിച്ചടിക്കുകയാണ് സമരക്കാർ. അത് അദ്ദേഹത്തിന് ഇപ്പൊ രാഷ്ട്രീയം ഉണ്ടോ എന്ന് നമുക്കൊരു സംശയമുണ്ട്. പെറ്റു വീഴുന്ന കുഞ്ഞുങ്ങൾ വരെ രാഷ്ട്രീയത്തിലേക്കാണ് ചെയ്യുന്നത്. ആ കേരളത്തിലാണ് ആ രാഷ്ട്രീയം പറയുന്നത്. അത് വേറെ വല്ലതും പോയി പറയും. മുദ്രാവാക്യം ഇടതുവിരുദ്ധമായതുകൊണ്ട് മാത്രം സമരക്കാർക്ക് പിന്തുണ കിട്ടുന്നുവെന്ന രാഷ്ട്രീയ ആരോപണം ഉയർത്തി സമരത്തെ നേരിടുകയാണ് സിപിഎം. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയില്ലാതെ സമീപകാലത്ത് നടന്ന പൊമ്പിള ഒരുമൈ, വിഴിഞ്ഞം, പുതുവൈപ്പ് സമരങ്ങളോടെല്ലാം സമാന ലൈനായിരുന്നു പാർട്ടിക്ക്. തെറ്റിദ്ധരിപ്പിക്കാൻ ഞങ്ങൾ 10 വയസ്സിന് താഴെയുള്ള അല്ലെങ്കിൽ 15 വയസ്സിന് താഴെയുള്ള കുട്ടികളല്ല. എന്തിനാ ഞങ്ങൾ ആക്ഷേപിക്കുന്നത്? ഞങ്ങൾ സമൂഹത്തിന് വേണ്ടിയിട്ടല്ലേ ഇത്രയും നാളും പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. എളമരം കരീം സാറ് പറയുന്ന അരാജക സമരം അവർ ചെയ്തപ്പോൾ അതല്ലായിരുന്നു. ആക്ഷേപത്തിന് പിന്നാലെയായിരുന്നു വിഴിഞ്ഞത്തും പുതുവൈപ്പിലുമെല്ലാം കടുത്ത പോലീസ് നടപടി. ആശാവർക്കർമാർക്കെതിരെയും ഇനി പോലീസ് കടുപ്പിക്കുമോ എന്നാണ് അറിയേണ്ടത്. സിപിഎം തള്ളിപ്പറയുമ്പോൾ മറുവശത്ത് സമരത്തിന് ഓരോ മേഖലയിൽ നിന്നും പിന്തുണ കൂടുകയാണ്. കോൺഗ്രസ് നേതാക്കൾക്ക് പുറമെ നടി രഞ്ജിനി അടക്കം ഇന്ന് സമരപ്പന്തലിലെത്തി ആശമാർക്ക് പിന്തുണ നൽകി. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ആശാവർക്കർമാരുടെ സമരത്തിൽ അരാഷ്ട്രീയതയില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ആശാവർക്കർമാരെ അപമാനിച്ച ധനമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഇരുന്ന മന്ത്രിസഭാ യോഗത്തിലാണ് PSCയിലെ ശമ്പള വർധനയിൽ തീരുമാനമെടുത്തതെന്നും സതീശൻ ആരോപിച്ചു. മന്ത്രി വീണ ജോർജ് പ്രതിഷേധക്കാർക്കെതിരെ റോഡിലിറങ്ങിയതിന് പിന്നിൽ ഗൂഢലക്ഷ്യങ്ങളുണ്ടെന്ന് സമരപ്പന്തലെത്തിയ കെ മുരളീധരനും പറഞ്ഞു. ഒരു അരാഷ്ട്രീയമല്ല, രാഷ്ട്രീയക്കാരായ ഞങ്ങൾ കൂടി പിന്തുണയ്ക്കുന്ന സമരമാണ്. ഒരു സംഘടനയാണ് നടത്തുന്നത്. ആ സംഘടന നടത്തുന്ന അവിടെ വന്നിരിക്കുന്നവർ മുഴുവൻ ആശാവർക്കർമാരാണ്. ഈ കഴിഞ്ഞ ദിവസം വന്നത് വലിയ ആൾക്കൂട്ടം ഉണ്ടായതും ആശാവർക്കർമാരാണ്. ധനകാര്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും അവരെ അപമാനിക്കുക കൂടി ചെയ്തു. എന്നിട്ട് ആ 2 മന്ത്രിമാർ കൂടി ഇരുന്ന മന്ത്രിസഭയിലാണ് PSC ചെയർമാൻ്റെയും അതുപോലെ മെമ്പർമാരുടെയും ശമ്പളം ലക്ഷക്കണക്കിന് രൂപയായി വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമെടുത്തതും അതിനുശേഷം അവരുടെ പെൻഷൻ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമെടുത്തതും. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഞങ്ങൾ വീണ്ടും ചോദിക്കുന്നു, എന്താണ് ഈ സർക്കാരിൻ്റെ പ്രയോറിറ്റി? ആരോഗ്യമന്ത്രിനെ യൂത്ത് കോൺഗ്രസ്സുകാർ കരിങ്കൊടി കാണിച്ചു. സാധാരണ എല്ലാ മന്ത്രിമാരും കാണിക്കാറുണ്ട് കരിങ്കൊടി. മന്ത്രിമാർ അവരെ ഒഴുക്കി പോയി കരിങ്കൊടി കാണിക്കുന്നവരെ പോലീസ് നീക്കം ചെയ്യും. പക്ഷെ ഇന്നലെ അതിൽ നിന്ന് വിപരീതമായി ആരോഗ്യമന്ത്രി അവിടെ ഇറങ്ങിയിട്ട് അവരോട് ന്യായത്തിന് എന്തിനാന്ന് ചോദിച്ചാൽ അവര് വല്ല കല്ലെടുത്ത് എറിഞ്ഞാൽ നാളെ അതിലേക്ക് അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യുക, ഈ സമരത്തിൽ നിന്ന് അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യുക എന്നുള്ള ഗൂഢലക്ഷ്യത്തോടു കൂടിയാണ് ഇന്നലെ അതിൽ നിന്ന് വിപരീതമായി കരിങ്കൊടി കാണിച്ചവരുടെ ഇടയിലേക്ക് മന്ത്രി ഇറങ്ങിച്ചത്. പക്ഷെ അവർക്ക് രോഗം മനസ്സിലായി. അവർ നന്നായിട്ട് കൂവി വിട്ടു അല്ലാതെ ഒരു